put out. Phrasal verb put out. Phrasal verb put outൻ്റെ മീനിങ്ങുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് രണ്ട് മീനിങ് നമുക്ക് നോക്കാം. പുട്ട് ഔട്ടിന് ഒരുപാട് മീനിങ്ങുകളുണ്ട്. രണ്ട് മീനിങ് നമുക്കിന്ന് നോക്കാം. പുട്ട് ഔട്ടിൻ്റെ ഒന്നാമത്തെ മീനിങ് എന്ന് വെച്ചാൽ എക്സ്റ്റിങ്ക്യൂഷ് എന്നാണ്. അതായത് തീ അണയ്ക്കുക, കെടുത്തുക എന്നൊക്കെ പറയുവാനായിട്ട് നമ്മൾ പുട്ട് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, റൈറ്റ് നൗ ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. ഇപ്പോൾ അദ്ദേഹം തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. നെക്സ്റ്റ്, ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. അദ്ദേഹം തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ചുമന്ന സിലിണ്ടർ ഉണ്ടല്ലോ, പമ്പിലൊക്കെ പോയാൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. നെക്സ്റ്റ്, ദ ഫയർമാൻ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. ഫയർമാന് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഫയർമാൻ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. നെക്സ്റ്റ്, റൈറ്റ് നൗ ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. ഇപ്പോൾ അദ്ദേഹം തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർമാന് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഹീ ഡൂയിങ് റൈറ്റ് നൗ. അദ്ദേഹം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ഹീ ഡൂയിങ് റൈറ്റ് നൗ. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. അദ്ദേഹം തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ. ഈസ് ഹീ പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് വാട്ടർ. അദ്ദേഹം വെള്ളം കൊണ്ടാണോ തീ അണയ്ക്കുന്നത്. ഈസ് ഹീ പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് വാട്ടർ. യെസ്, അതെ. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് വാട്ടർ. അദ്ദേഹം തീയെ വെള്ളം കൊണ്ട് അണയ്ക്കുകയാണ്. ഹീ ഈസ് പുട്ടിങ് ഔട്ട് ദ ഫയർ വിത്ത് വാട്ടർ. നെക്സ്റ്റ്, ദർ ഈസ് നോ സ്മോക്കിംഗ് ഇൻ ഹിയർ. ഇവിടെ പുക വലിക്കുവാനായിട്ട് പാടില്ല. ദർ ഈസ് നോ സ്മോക്കിംഗ് ഇൻ ഹിയർ. ക്യാൻ യു പ്ലീസ് പുട്ട് ഇറ്റ് ഔട്ട്. നിങ്ങൾ സിഗരറ്റ് അണയ്ക്കാമോ. ക്യാൻ യു പ്ലീസ് പുട്ട് ഇറ്റ് ഔട്ട്. പുട്ട് ഔട്ട് ഒരു സപ്പറബിളാണ്. പുട്ട് ഇറ്റ് ഔട്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോനൗൺ ഇറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പുട്ട് ഔട്ടിൻ്റെ മിഡിലിൽ ഉപയോഗിക്കുക. പുട്ട് ഔട്ട് ഇറ്റ് എന്ന് നിങ്ങൾ പറയരുത്, പുട്ട് ഇറ്റ് ഔട്ട്. ക്യാൻ യു പ്ലീസ് പുട്ട് ഇറ്റ് ഔട്ട്. നിങ്ങൾ സിഗരറ്റ് അണയ്ക്കാമോ. നെക്സ്റ്റ്, ക്യാൻ യു പുട്ട് ഇറ്റ് ഔട്ട് പ്ലീസ്. നിങ്ങൾ സിഗരറ്റ് ഒന്ന് അണയ്ക്കാമോ. ക്യാൻ യു പുട്ട് ഇറ്റ് ഔട്ട് പ്ലീസ്. നെക്സ്റ്റ്, ക്യാൻ യു പ്ലീസ് പുട്ട് ഔട്ട് യുവർ സിഗരറ്റ്. നിങ്ങളുടെ സിഗരറ്റ് അണയ്ക്കാമോ. ക്യാൻ യു പ്ലീസ് പുട്ട് ഔട്ട് യുവർ സിഗരറ്റ്. നെക്സ്റ്റ്, പ്ലീസ് പുട്ട് ഔട്ട് യുവർ സിഗരറ്റ്. നിങ്ങളുടെ സിഗരറ്റ് അണയ്ക്കൂ. പ്ലീസ് പുട്ട് ഔട്ട് യുവർ സിഗരറ്റ്. നെക്സ്റ്റ്, ഡു യു മൈൻഡ് പുട്ടിങ് ഔട്ട് ദ സിഗരറ്റ്. സിഗരറ്റ് ഒന്ന് അണയ്ക്കാമോ. ഒന്ന് പൊളൈറ്റായിട്ട് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. ഡു യു മൈൻഡ് പുട്ടിങ് ഔട്ട് ദ സിഗരറ്റ്. നെക്സ്റ്റ്, the firefighters were able to quickly put out a small fire in the kitchen. ഫയർഫൈറ്റേഴ്സിന് കിച്ചണിലുള്ള ചെറിയ തീ പെട്ടെന്ന് അണയ്ക്കുവാനായിട്ട് കഴിഞ്ഞു. The firefighters were able to quickly put out the small fire in the kitchen. Next, can you put out the candle on the dining table? ഡൈനിങ് ടേബിളിലെ ക്യാൻഡില് മെഴുകുതിരി അണയ്ക്കാമോ. Can you put out the candle on the dining table? നെക്സ്റ്റ്, പ്ലീസ് പുട്ട് ഔട്ട് ദ ക്യാൻഡിൽ ബിഫോർ യു ലീവ് ദ റൂം. റൂമിൽ നിന്ന് പോകുമ്പോൾ ദയവായിട്ട് റൂമിലെ ക്യാൻഡിൽ മെഴുകുതിരി അണയ്ക്കുക. പ്ലീസ് പുട്ട് ഔട്ട് ദ ക്യാൻഡിൽ ബിഫോർ യു ലീവ് ദ റൂം. നെക്സ്റ്റ്, റിമെമ്പർ ടു പുട്ട് ഔട്ട് ദ കിച്ചൺ സ്റ്റൗ ആഫ്റ്റർ കുക്കിംഗ് ഡിന്നർ. ഡിന്നർ കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗവ് ഓഫ് ചെയ്യുവാനായിട്ട് ഓർക്കുക. മീൻസ് അണയ്ക്കുവാനായിട്ട് ഓർക്കുക. Remember to put out the kitchen stove after cooking dinner. Next, they put out the campfire. അവർ campfire അണച്ചു. തീ അണച്ചു. They put out the campfire. Did you put out the campfire before leaving? നീ പോകുന്നതിന് മുമ്പ് campfire തീ അണച്ചായിരുന്നു. Did you put out the campfire before leaving? Yes, അതെ.
I put out the campfire. ഞാൻ ക്യാമ്പ് ഫയർ അണച്ചു. നെക്സ്റ്റ്, ഡിഡ് യു പുട്ട് ഔട്ട് ദ ഫയർ ഇൻ ദ ഫയർ പ്ലേസ്? ഫയർ പ്ലേസിൽ തീ നീ അണച്ചായിരുന്നോ? ഡിഡ് യു പുട്ട് ഔട്ട് ദ ഫയർ ഇൻ ദ ഫയർ പ്ലേസ്? യെസ്, അതെ. ഐ പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഗോയിങ് ടു ബെഡ്. ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തീ അണച്ചായിരുന്നു. യെസ്, ഐ പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഗോയിങ് ടു ബെഡ്. നെക്സ്റ്റ്, വൈ ഡിഡ് യു പുട്ട് ഔട്ട് ദ ഫയർ സോ ഇയർലി? എന്തിനാണ് നീ നേരത്തെ തീ അണച്ചത്? വൈ ഡിഡ് യു പുട്ട് ഔട്ട് ദ ഫയർ സോ ഇയർലി? ഐ പുട്ട് ഔട്ട് ദ ഫയർ ഇയർലി ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. തീയെ സ്പ്രെഡ് ചെയ്യാതിരിക്കുവാനായിട്ടാണ് ഞാൻ നേരത്തെ അത് അണച്ചത്. ഐ പുട്ട് ഔട്ട് ദ ഫയർ ഇയർലി ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് യു പുട്ട് ഔട്ട് ദ ഫയർ? നീ എങ്ങനെയാണ് തീ അണച്ചത്? ഹൗ ഡിഡ് യു പുട്ട് ഔട്ട് ദ ഫയർ? ഐ പുട്ട് ഔട്ട് ദ ഫയർ യൂസിങ് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഞാൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചാണ് തീ അണച്ചത്. ഐ പുട്ട് ഔട്ട് ദ ഫയർ യൂസിങ് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. നെക്സ്റ്റ്, ഹൂ പുട്ട് ഔട്ട് ദ ക്യാൻഡിൽസ്? ആരാണ് ക്യാൻഡിൽസ് അണച്ചത്, മെഴുകുതിരികൾ അണച്ചത്? ഹൂ പുട്ട് ഔട്ട് ദ ക്യാൻഡിൽസ്? ഐ പുട്ട് ഔട്ട് ദ ക്യാൻഡിൽസ്. ഞാനാണ് മെഴുകുതിരികൾ അണച്ചത്. ഐ പുട്ട് ഔട്ട് ദ ക്യാൻഡിൽസ്. നെക്സ്റ്റ്, വിച്ച് എക്സ്റ്റിങ്ക്യൂഷർ ഡിഡ് യു യൂസ് ടു പുട്ട് ഔട്ട് ദ ഇലക്ട്രിക്കൽ ഫയർ? ഇലക്ട്രിക്കൽ ഫയർ കെടുത്തുവാനായിട്ട്, അണയ്ക്കുവാനായിട്ട് ഏത് എക്സ്റ്റിങ്ക്യൂഷറാണ് നീ ഉപയോഗിച്ചത്? വിച്ച് എക്സ്റ്റിങ്ക്യൂഷർ ഡിഡ് യു യൂസ് ടു പുട്ട് ഔട്ട് ദ ഇലക്ട്രിക്കൽ ഫയർ? ഐ യൂസ് ദ CO2 എക്സ്റ്റിങ്ക്യൂഷർ ടു പുട്ട് ഔട്ട് ദ ഇലക്ട്രിക്കൽ ഫയർ. ഞാൻ CO2 എക്സ്റ്റിങ്ക്യൂഷറാണ് ഇലക്ട്രിക്കൽ ഫയർ അണയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചത്. ഐ യൂസ് ദ CO2 എക്സ്റ്റിങ്ക്യൂഷർ ടു പുട്ട് ഔട്ട് ദ ഇലക്ട്രിക്കൽ ഫയർ. ഇനി ആഹാര സാധനം മറ്റുള്ളവർക്ക് എടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കഴിക്കുവാനായിട്ട് ടേബിളിൽ നിരത്തി വെക്കുക അല്ലെങ്കിൽ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറയുവാനായിട്ട് നമ്മൾ പുട്ട് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ ഇതിൽ സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്, ഡിഡ് ദേ പുട്ട് ഔട്ട് എ ലോട്ട് ഓഫ് ഫുഡ് ഫോർ ദ പാർട്ടി? പാർട്ടിക്ക് അവർ ഒരുപാട് ഫുഡുകൾ വെച്ചായിരുന്നോ, അറേഞ്ച് ചെയ്തായിരുന്നോ? ഡിഡ് ദേ പുട്ട് ഔട്ട് എ ലോട്ട് ഓഫ് ഫുഡ് ഫോർ ദ പാർട്ടി? യെസ്, അതെ. ദേ പുട്ട് ഔട്ട് എ ലോട്ട് ഓഫ് ഫുഡ് ഫോർ ദ പാർട്ടി. അതെ, അവർ പാർട്ടിക്ക് ഒരുപാട് ഫുഡുകൾ വെച്ചായിരുന്നു, അറേഞ്ച് ചെയ്തായിരുന്നു. നെക്സ്റ്റ്, ഐ പുട്ട് ഔട്ട് ദ വെജിറ്റബിൾസ്. ഞാൻ വെജിറ്റബിൾസ് എടുത്തു വെച്ചു. ടേബിളിന് മുകളിൽ മറ്റുള്ളവർക്ക് കഴിക്കുവാനായിട്ട് എടുത്തു വെച്ചു. ഐ പുട്ട് ഔട്ട് ദ വെജിറ്റബിൾസ്. ഐ പുട്ട് ദ വെജിറ്റബിൾസ് ഔട്ട്. പുട്ട് ഔട്ട് ഒരു സപ്പറബിളാണ്, നമുക്കിങ്ങനെയും പറയാം. ഐ പുട്ട് ദ വെജിറ്റബിൾസ് ഔട്ട്. നെക്സ്റ്റ്, ഡിഡ് യു പുട്ട് ഔട്ട് ദ വെജിറ്റബിൾസ്? നീ വെജിറ്റബിൾസ് എടുത്തു വെച്ചായിരുന്നോ? ഡിഡ് യു പുട്ട് ഔട്ട് ദ വെജിറ്റബിൾസ്? യെസ്, ഐ ഓൾറെഡി പുട്ട് ദം ഔട്ട്. ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചു. ഇവിടെ പുട്ട് ഔട്ടിനെ ദം എന്നുള്ള പ്രൊനൗണാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ദം എന്നുള്ള പ്രൊനൗൺ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും പുട്ട് ഔട്ടിന് മിഡിലിൽ ആഡ് ചെയ്യുക. പുട്ട് ഔട്ട് ദം എന്ന് നമ്മൾ പറയാറില്ല, പുട്ട് ദം ഔട്ട്. ഐ ഓൾറെഡി പുട്ട് ദം ഔട്ട്. നെക്സ്റ്റ്, ഡിഡ് യു പുട്ട് ഔട്ട് ദ കുക്കീസ്? നീ കുക്കീസ് എടുത്തു വെച്ചായിരുന്നു, ടേബിളിന് മുകളിൽ മറ്റുള്ളവർക്ക് കഴിക്കുവാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നോ? ഡിഡ് യു പുട്ട് ഔട്ട് ദ കുക്കീസ്? യാ, അതെ. ഐ ഓൾറെഡി പുട്ട് ദം ഔട്ട്. ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചു. നെക്സ്റ്റ്, ഡിഡ് യു പുട്ട് ഔട്ട് ദ ഡ്രിങ്ക്സ്? നീ ഡ്രിങ്ക്സ് എടുത്തു വെച്ചായിരുന്നോ? യെസ്, അതെ. ഐ ഓൾറെഡി പുട്ട് ദം ഔട്ട്. ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചു. നെക്സ്റ്റ്, ഡിഡ് യു പുട്ട് ഔട്ട് ദ സ്നാക്സ്? നീ സ്നാക്സ് എടുത്തു വെച്ചായിരുന്നോ? യാ, അതെ. ഐ ഓൾറെഡി പുട്ട് ദം ഔട്ട്. ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചായിരുന്നു. നെക്സ്റ്റ്, ഐ പുട്ട് ഔട്ട് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഫോർ ദ ഗസ്റ്റ്. ഞാൻ ഗസ്റ്റിനായിട്ട് ഒരു പ്ലേറ്റ് ഓഫ് കുക്കീസ് എടുത്തു വെച്ചു, ടേബിളിന് മുന്നിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഐ പുട്ട് ഔട്ട് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഫോർ ദ ഗസ്റ്റ്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് യു പുട്ട് ഔട്ട് ഫോർ ദ ഗസ്റ്റ്? നീ ഗസ്റ്റിനായിട്ട് എന്താണ് എടുത്തു വെച്ചത്? വാട്ട് ഡിഡ് യു പുട്ട് ഔട്ട് ഫോർ ദ ഗസ്റ്റ്? ഐ പുട്ട് ഔട്ട് സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് ഫോർ ദ ഗസ്റ്റ്. ഞാൻ ഗസ്റ്റിനായിട്ട് സ്നാക്സും ഡ്രിങ്ക്സും എടുത്തു വെച്ചു. ഐ പുട്ട് ഔട്ട് സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് ഫോർ ദ ഗസ്റ്റ്. നെക്സ്റ്റ്, വാട്ട് ടൈം ഷുഡ് വി പുട്ട് ഔട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്? എത്ര മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എടുത്തു വെക്കണം? വാട്ട് ടൈം ഷുഡ് വി പുട്ട് ഔട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്? വി ഷുഡ് പുട്ട് ഔട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അറൗണ്ട് 7 AM. ഏകദേശം 7 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എടുത്തു വെക്കണം. വി ഷുഡ് പുട്ട് ഔട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അറൗണ്ട് 7 AM. ഷുഡ് വി പുട്ട് ഔട്ട് ദ ഡെസേർട്സ് നൗ ഓർ വെയിറ്റ് അണ്ടിൽ ആഫ്റ്റർ ഡിന്നർ? നമുക്ക് ഇപ്പോൾ
ഡെസേർട്ട്സ് എടുത്ത് വെക്കണോ അതോ ഡിന്നർ കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണോ? ഷുഡ് വി പുട്ട് ഔട്ട് ദ ഡെസേർട്ട്സ് നൗ ഓർ വെയിറ്റ് അണ്ടിൽ ആഫ്റ്റർ ഡിന്നർ? വെയിറ്റ് അണ്ടിൽ ആഫ്റ്റർ ഡിന്നർ. നെക്സ്റ്റ്, ലെറ്റ്സ് പുട്ട് ഔട്ട് സം സ്നാക്സ് ഫോർ അവർ ഗെറ്റ്സ് ബിഫോർ ദേ അറൈവ്. നമ്മുടെ ഗെറ്റ്സ് അറൈവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവർക്ക് കുറച്ച് സ്നാക്സ് എടുത്ത് വെക്കാം. ലെറ്റ്സ് പുട്ട് ഔട്ട് സം സ്നാക്സ് ഫോർ അവർ ഗെറ്റ്സ് ബിഫോർ ദേ അറൈവ്. നെക്സ്റ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ഔട്ട് ദ ഡിഷസ് ഫോർ ഡിന്നർ? ഡിന്നറിനായിട്ടുള്ള ഡിഷസ് അറേഞ്ച് ചെയ്യുവാനായിട്ട് എടുത്തു വെക്കുവാനായിട്ട് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ഔട്ട് ദ ഡിഷസ് ഫോർ ഡിന്നർ? നെക്സ്റ്റ്, പുട്ട് ഔട്ട് ദ ഡിഷസ് ഫോർ ഡിന്നർ. ഡിന്നറിനായിട്ടുള്ള ഡിഷസ് എടുത്ത് വെക്കുമോ, അറേഞ്ച് ചെയ്ത് വെക്കുമോ? പുട്ട് ഔട്ട് ദ ഡിഷസ് ഫോർ ഡിന്നർ. നെക്സ്റ്റ്, കുഡ് യു പുട്ട് ഔട്ട് ദ ഡിഷസ് ഫോർ ഡിന്നർ? ഡിന്നറിനായിട്ടുള്ള ഡിഷസ് അറേഞ്ച് ചെയ്ത് വെക്കാമോ, എടുത്ത് വെക്കാമോ? കുഡ് യു പുട്ട് ഔട്ട് ദ ഡിഷസ് ഫോർ ഡിന്നർ? യെസ്, വെക്കാം. ഐ വിൽ പുട്ട് ഔട്ട് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ഞാൻ ഡിഷസ് ടേബിളിൽ എടുത്ത് വെക്കാം, ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഐ വിൽ പുട്ട് ഔട്ട് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. നെക്സ്റ്റ്, വിച്ച് ഡിഷസ് ഷുഡ് വി പുട്ട് ഔട്ട് ഫസ്റ്റ്? ഏത് ഡിഷസ് നമുക്ക് ആദ്യം വെക്കണം? വിച്ച് ഡിഷസ് ഷുഡ് വി പുട്ട് ഔട്ട് ഫസ്റ്റ്? വി ഷുഡ് പുട്ട് ഔട്ട് ദ മെയിൻ ഡിഷസ് ഫസ്റ്റ്, ദെൻ ദ സൈഡ്. ആദ്യം നമുക്ക് മെയിൻ ഡിഷസ് വെക്കണം, ദെൻ ദ സൈഡ്സ്, അതിനുശേഷം സൈഡ്സ് വെക്കണം.